മരണം പോലും ഇവിടെ ഒരു ആഘോഷമാ. ഒരിക്കലും എന്റെ മോൾക്ക് ഈ അമ്മയുടെ ഗതി ഉണ്ടാവരുത്. നീ എടുത്ത തീരുമാനം ശരിയാ. ജീവിതകാലം മുഴുവൻ നെഞ്ചിൽ തെയ്യും പേര് ജീവിക്കുന്നതിലും ഭേദം മനസ്സാൽ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പൊറുക്കുന്നതാ. മതി. ഈ വീട്ടിൽ എന്റെ അമ്മയെങ്കിലും ഉണ്ടല്ലോ എന്നെ അറിയാനും അനുഗ്രഹിക്കാനും. എനിക്കത് മാത്രം മതി. വിപ്ലവത്തിൽ തന്റെ അത്രയും അറിവും അനുഭവമില്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന അതേ പ്രസ്ഥാനത്തെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവൻ തന്നെയാ ഈ ഞാനും. സ്വന്തം കുടുംബ ബന്ധങ്ങൾ കണ്ടറിയുന്നവന് മാത്രമേ ഒരു നല്ല ജനനേതാവാകാൻ കഴിയൂ. ഏയ് വേണ്ട. ഇല്ല, കേൾക്കണം. അറിയോ, നാട്ടുകാരുടെ മുന്നിലിപ്പോ അനന്തൻ പോലീസ് ഒരു കോമാളിയാ. ആ വേഷം എന്റെ അച്ഛൻ സ്വയം കെട്ടിയതാ. എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോ ഞാൻ തിരഞ്ഞെടുത്ത വഴി നടക്കാൻ എന്നെ അനുവദിച്ചില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ എന്റെ അമ്മയുടെ മരണം പോലും. നെവർ ലുക്ക് ബാക്ക്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരനോട്ടമാണ് സഖാക്കളുടേത്. ഇപ്പോഴെന്നല്ല, എല്ലായ്പ്പോഴും. കമ്മിറ്റ്മെന്റ്സിനും സെന്റിമെന്റ്സിനും അവിടെ സ്ഥാനമില്ല. സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയിന്ന് ഒരു പിടിയില്ല. അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്തെത്തി കാണും. ആശുപത്രി കിടന്ന ആള് ദേ വരുന്നു. ദൈവമേ, ഇവിടെ പവർ കട്ടാ. കണ്ണ് രണ്ട് മൂടി കെട്ടിട്ട പവർ കെട്ടുന്നു. ഓ, അത് ഞാൻ മറന്നു. വാ ഇറങ്ങാശാനെ. അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു വിലേ. ആശാനെ, ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ് വേണ്ട. എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരെ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ? തേടിയ പള്ളി കാലിൽ ചുറ്റി. നിന്റെ കാലല്ല, നിന്റെ അപ്പന്റെ കാലിൽ. വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അമ്പുജാക്ഷൻ. വേണ്ടപ്പെട്ട ഒരു അമ്പിയെന്ന് വിളിക്കും. അമ്പി അണ്ണനാ? അമ്പടാ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രുവായിരുന്ന? ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഉറപ്പെടണം. അമ്പി അണ്ണ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ, എടുക്ക്, പെട്ടി എടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാകത്തേക്ക് പോയത്? അമ്പിയണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ, ഞാൻ പറയുന്നത് കേക്കും. രത്നമ്മ തന്നെ പറ, ഞാൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഈശ്വര, നേരോ? ഇല്ല, ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ്സിന് പിടിവിട്ട് പെട്ടി ഉണ്ടാത്തോക്കടാ. കുറെ നേരമല്ല നിങ്ങൾ അവിടെ ഇവിടെ പിടിക്കാൻ തുടങ്ങിയിട്ട്. രത്നമ്മേ, ഇവരാരും പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടാ. എപ്പോഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്? കബഡി 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 കബഡി.
ബാല എന്താ സംസാരിക്കേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. ഞാൻ അവിടെ നിൽക്കാം. ഗൗതം, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ലേ, രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണനെ അയച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അയ്യോ ഭൂമികെ, സംസാരിച്ച മതി. അല്ല, എനിക്ക് സംസാരിക്കണം. എന്താ ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അവരുടെ കണ്ണിപ്പെടാൻ ഓടി രക്ഷപ്പെടാം. വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് കൊട്ടിഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോറോത്ത് മുറ്റത്ത് നിനക്കൊരു കല്യാണപ്പന്തൽ ഉയരില്ല. അതെന്റെ വാശിയാ. ഇവനാണ് ആ ഡോക്ടർ. വിട്ടേക്ക്, ഇപ്പൊ വേണ്ട. വാടാ. അപ്പൊ ഇതായിരുന്നു നിന്റെ ട്രാൻസ്ഫറിന്റെ രഹസ്യം. അമ്മയും മകനും ചേർന്ന് അത് എന്നിൽ നിന്ന് ഒളിപ്പിക്കുമായിരുന്നല്ലേ? രണ്ടും സിംഹത്തിന്റെ മടയിൽ കിടന്ന് മണ്ണപ്പം ചുട്ട് കളിക്കല്ലേ? സ്നേഹം ഉള്ളതുകൊണ്ട് പറയുക, ഇതൊരു തീക്കളിയാ. സാർ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകുന്നതാ നല്ലത്. ഞാൻ കൈവടിഞ്ഞാൽ ആ നിമിഷം അവൾ സ്വയം ജീവനൊടുക്കും. പക്ഷെ ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നതെന്നറിയോ? ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച്, മരണമാണെങ്കിൽ അതും. അത്രയും ഞങ്ങൾക്കറിയൂ. പക്ഷേ ഒരപേക്ഷയുണ്ട്. സഹായം ചെയ്തില്ലെങ്കിലും നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്. മോളെ, ദീപം സാക്ഷിയായി ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചോടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്ക് ഉണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക്, ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സഹായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ട് മാത്രമേ ഡോക്ടർ, എന്താ? ഭൂമിക സമ്മതിച്ചതാ. ഞാൻ പോട്ടെ. ഇതെന്തു പറ്റി? വിരലം മുറിഞ്ഞതാ. ഇതൊന്നഴിച്ചേ. നോക്ക്, എന്തിനാ ഈ മോതിരം മറിച്ചേ? ഊരത് പറഞ്ഞു കേട്ടില്ലേ? ഒരേ അഹങ്കാരി, ഊരില്ലേ? ഊരലി മോതിരം, ഈ മോതിരം, ഊരലി മോതിരം. സർ, ഫോളോ. ഹലോ, ഈ യുദ്ധത്തിൽ നീ തോൽക്കും. ഭരതൻ ജയിച്ചിരിക്കും. അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു. ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും. ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുക. ഇനി അഹങ്കാരം കളഞ്ഞ് ആ TV ഒന്ന് ഓൺ ചെയ്തേ. ഒരുമ്പട്ടവളെ, ഒരു ഗന്ധർവനെ കണ്ടപ്പോ തറവാടിന്റെ മാനം നീ കെടുത്തി അല്ലേ? മതി.
ഇതിനെ തല്ലിക്കൊന്നാ നമ്മ തോൽക്കത്തേ ഉള്ളൂ. അവന്റെ ഒക്കെ മുന്നിൽ ജയിക്കണമെങ്കിൽ നിശ്ചയിച്ച ദിവസം തന്നെ വീടിന്റെ മുറ്റത്ത് പന്തുയരണം. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. അതുവരെങ്കിലും നീ ജീവനോടെ വേണം. ഈ വാതിൽപ്പടി നീ താണ്ടാണ്ടില്ല. രക്തബന്ധത്തിൽ ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു മുടിയാൻ. ഭൂമിക്ക് വീട്ടു തടങ്ങില്ല. MLA ആൾക്കാര് ഗൗതമിനെ തേടി നടക്കുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കൂട്ടാത്മഹത്യായിരിക്കും. അല്ല, രണ്ടുപേരുടെയും വിവാഹം. വിവാഹോ? അതെ, ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ഒപ്പം 16 അടിയന്തരവും. എന്ത് വിഡ്ഢിത്തോണം അമ്പിയാണ് നീ പറയുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിനക്ക് പെണ്ണിനെ വേണമല്ലോ, എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കേട്ടിട്ടില്ലേ, നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി. നരി കാട് കയറിയ? അതെ, ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം. ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ. തീരുമാനം കൊള്ളാം. അത് ഈ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ. സാർ പറയുന്ന സ്ഥലത്ത് സാർ പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം. വാക്കാ. സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം. കോറോത്ത് രാഘവന്റെ കൗണ്ടവൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൃത്യം 11 മണിക്ക് ദേവീ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും. എന്താ യോസേട്ടാ? ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയ മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവിൽ. വിവാഹമോ? ഭൂമിക അവളെ ചതിച്ചു. കൊള്ളാം, ഞങ്ങളൊക്കെ മണ്ടന്മാരാക്കി ഓരോത്ത തറവാട്ടിലെ സീമന്തപുത്രി ഇത്ര വിദഗ്ധമായി രക്ഷപ്പെടണമെങ്കിൽ എവിടെയാണ്? അവള് പോയി. ഞാൻ അവള് പറഞ്ഞു വെച്ചു ജീവിക്കാനായിട്ട്. അവൾക്ക് ഇഷ്ടം ഗൗതമിനെയാ. എങ്കിലേ ഞങ്ങൾക്ക് ഇഷ്ടം ഹരീന്ദ്രനാ. അവനോടൊപ്പം അവള് ജീവിക്കൂ. ക്ഷേത്രത്തില് താലികെട്ടല്ലേ നടക്കാം. മോളുടെ ശവറക്ക. ഗൗതമൻ പുറത്ത് നിൽപ്പുണ്ട്. വേഗം രക്ഷപ്പെട്ടോ. നിൽക്കവിടെ. മുടിപ്പിക്കാൻ പറഞ്ഞവളെ എന്റെ ശവത്തിൽ ചവിട്ടിയാലും നീ പടി ഇറങ്ങില്ല. എന്താ ഇത്? അമ്മയുടെ നേരെയാണോ കയ്യൂക്ക്? മിണ്ടരുത്. അമ്മ പോരും പകയും കൂട്ടി മക്കളെ വളർത്തിയെന്നല്ലാതെ മനുഷ്യബന്ധത്തിന് വിലയേറിയ നിങ്ങൾക്ക്. നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി കൊല്ലാനും ഞാൻ മടിക്കില്ല. എന്റെ മോള് പോയി സന്തോഷമായിട്ട് ജീവിക്കും.